BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോവിനെ അഭയപ്പെടുത്താനുള്ള ശ്രമത്തെ ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. പരിക്കേറ്റ അദ്ദേഹത്തിന് ദ്രുതശമനം നേരുകയും കുറ്റവാളികളെ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ സ്ലോവാക്യൻ സർക്കാരിന് സാധ്യമാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ബുസൈദ്ദീനിലെ വീട്ടിലുണ്ടായ തീപിടുത്തം സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ അണച്ചു. ഞായറാഴ്ചയാണ് തീപിടുത്തമുണ്ടായത്. എയർ കണ്ടീഷണറിലെ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബലിപെരുന്നാൾ ജൂൺ 16-നാകുമെന്ന് കണക്കാക്കുന്നതായി ഗോള ഗവേഷകൻ അലി അലിച്ചിരി വ്യക്തമാക്കി. ഏകീകൃത ഹിജ്റ കലണ്ടർ അനുസരിച്ച് ദുൽഹിജ 1 ജൂൺ 7 വെള്ളിയാഴ്ചയായിരിക്കും. ഇതനുസരിച്ച് ജൂൺ 15 ശനി അറഫാ ദിനവും ഞായർ ബലിപെരുന്നാൾ 1-ാം ദിനവുമായിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അറ്റകുറ്റപ്പണികൾക്കായി സീഫിലെ 4650 റോഡുമായി ചേരുന്ന നാസിർ ബിൻ ജബർ അൽ ജബർ റോഡിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് പൊതുമരാമത്ത് മന്ത്രാലയം അറിയിച്ചു. ഇന്നു മുതൽ ആരംഭിക്കുന്ന അറ്റകുറ്റപ്പണികൾ 4 ദിവസം നീണ്ടു നിൽക്കും. റോഡിൽ പലയിടങ്ങളിലും ലൈനുകൾ അടച്ചിട്ടായിരിക്കും റീടാറിംഗ് നടത്തുക. ബഹ്റൈനിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് വിശുദ്ധ സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തിയ സൗകര്യങ്ങൾ വിലയിരുത്തി. മീനയിലും അർഫാത്തിലും ഒരുക്കിയ സൗകര്യങ്ങളാണ് ബഹ്റൈൻ ഹജ്ജ് മിഷൻ സംഘം വിലയിരുത്തിയത്. ഹജ്ജ് ഉംറ കാര്യ ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശപ്രകാരം സൗദിയിലെത്തിയ സംഘം ബഹ്റൈനിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർ താമസിക്കുന്ന ഇടങ്ങളിലെത്തി സൗകര്യങ്ങളും ഒരുക്കങ്ങളും വിലയിരുത്തുകയും സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. മെച്ചപ്പെട്ട സേവനങ്ങൾ ബഹ്റൈനിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് നൽകുന്നതിന് വിവിധ കമ്പനികളുമായി കൂടിക്കാഴ്ചകളും മീറ്റിംഗുകളും നടത്തി. ബഹ്റൈൻ ഹജ്ജ് മിഷൻ സെക്രട്ടറി ഗാലിദ് ചാസിം അൽ മാനൂത്ത്, എഞ്ചിനീയറിംഗ് പ്ലാനിംഗ് വിഭാഗം ചെയർമാൻ അബ്ദുള്ള അവദ് എന്നിവരടങ്ങുന്ന സംഘമാണ് സൗദിയിലെത്തിയത്. രാജ്യത്തിന്റെ എണ്ണ ഇതര ഇറക്കുമതി 8% കുറഞ്ഞതായി പുതിയ കണക്കുകൾ ഇൻഫർമേഷൻ ആൻഡ് ഇ-ഗവൺമെന്റ് അതോറിറ്റി പുറത്തിറക്കിയ 2024 ഏപ്രിലെ വിദേശ വ്യാപാര റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ. ഇറക്കുമതി, കയറ്റുമതി, പുനർകയറ്റുമതി എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് റിപ്പോർട്ട്. 2024 ഏപ്രിൽ 481 ദശലക്ഷം ദിനാറിന്റെ ഇറക്കുമതിയാണ് നടന്നത്. 2023 ഏപ്രിൽ ഇത് 523 ദശലക്ഷം ദിനാറായിരുന്നു. ഇറക്കുമതിയുടെ മൊത്തം മൂല്യത്തിന്റെ 68% 10 രാജ്യങ്ങളിൽ നിന്നാണ്. ബ്രസീലിൽ നിന്ന് 63 ദശലക്ഷം ദിനാറിന്റെ മൂല്യമുള്ള വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നു. ചൈന 61 ദശലക്ഷം, ഓസ്ട്രേലിയ 37 ദശലക്ഷം എന്നിങ്ങനെയാണ് കണക്കുകൾ. 80 ദശലക്ഷം ദീനാർ മൂല്യമുള്ള ഇരുമ്പയിരും സംയുക്തങ്ങളും ബഹ്റൈനിലേക്ക് ഇറക്കുമതി ചെയ്തു. 33 ദശലക്ഷം ദീനാറിന്റെ അലൂമിനിയം ഓക്സൈഡ്, 22 ദശലക്ഷം ദീനാറിന്റെ എയർക്രാഫ്റ്റ് എഞ്ചിനുകൾക്കുള്ള ഭാഗങ്ങൾ എന്നിങ്ങനെയാണ് ഇറക്കുമതി ചെയ്തത്. അലൂമിനിയം അലോയാണ് ഏറ്റവും അധികം കയറ്റുമതി ചെയ്തത്. 2024 ഏപ്രിൽ 74 ദശലക്ഷം ദീനാറിന്റെ അലൂമിനിയം അലോയ് കയറ്റുമതി ചെയ്തു. 60 ദശലക്ഷം ദീനാറിന്റെ മൂല്യമുള്ള അഗ്ലോമേറ്റഡ് ഇരുമ്പയിരുകളും കോൺസെൻട്രേറ്റഡ് അലോയിഡുകളും കയറ്റുമതി ചെയ്തു. എണ്ണയിതര പുനർകയറ്റുമതിയുടെ മൊത്തം മൂല്യം 16% വർദ്ധിച്ച് 2024 ഏപ്രിൽ 78 ദശലക്ഷത്തിലെത്തി. 2023 ഇതേ മാസം 67 ദശലക്ഷം ദീനാറായിരുന്നു. ആകെ കയറ്റുമതിയുടെ 93% 10 രാജ്യങ്ങളിലേക്കാണ്. 17 ദശലക്ഷം ദീനാറുമായി ജോർദൻ ഒന്നാമതും, 14 മില്യൺ ദീനാറുമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, 11 മില്യൺ ദീനാറുമായി ഫ്രാൻസ് 1, 2, 3 സ്ഥാനത്താണ്. ബഹ്റൈനിൽ നിന്ന് ഏറ്റവും അധികം പുനർകയറ്റുമതി ചെയ്യുന്നത് ടാർബോ ജെറ്റ്സ് ആണ്. 40 ദശലക്ഷം BD സ്മാർട്ട് ഫോണുകൾ, 2.4 ദശലക്ഷം ദിനാർ എന്നിങ്ങനെയാണ് കണക്കുകൾ. കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസത്തെ പ്രതിനിധീകരിക്കുന്ന ട്രേഡ് ബാലൻസിൽ 2024 ഏപ്രിൽ 126 ദശലക്ഷം ദിനാർ കമ്മി രേഖപ്പെടുത്തി. 2023 ഏപ്രിൽ ഇത് 152 ദശലക്ഷം ദിനാറായിരുന്നു. മതിലകം പഞ്ചായത്ത് പുന്നക്കുരു ബസാർ കണ്ണംകുളത്ത് തെരുവിൽ പരേതനായ ഉസ്മാന്റെ മകൻ ഹാരിസ് ബഹ്റൈനിൽ നിര്യാതനായി. ശ്വാസതടസ്സത്തെ തുടർന്ന് BDF ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഭാര്യ ഹക്കീല, മക്കൾ ഫഹീം, ഫർഹാൻ, ഫയാസ്, ഹവാസ്. MBAയിൽ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് ജീവനക്കാരനായിരുന്നു. സമസ്ത ബഹ്റൈൻ ഗുദൈബിയ മദ്രസ മുൻ PTA പ്രസിഡന്റായിരുന്നു. മയ്യത്ത് നമസ്കാരവും ഖബറടക്കവും ഇന്നലെ ഗുദൈബിയ കുവൈറ്റ് പള്ളിയിൽ നടന്നു. തിങ്കളാഴ്ചത്തെ ബഹ്റൈൻ ഡൽഹി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കി. ഡൽഹിയിൽ നിന്ന് രാത്രി 8-നുള്ള സർവീസും ബഹ്റൈനിൽ നിന്ന് രാത്രി 10:45-നുള്ള സർവീസുമാണ് റദ്ദാക്കിയത്.
സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ 5 പ്രതികൾ പിടിയിലായതായി ഉത്തരമേഖലാ പോലീസ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ഓൺലൈൻ വഴി മൊബൈലും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കുറഞ്ഞ വിലയിൽ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തതാണ്. ഓൺലൈൻ വഴി പണമടച്ച് ഓർഡർ നൽകിയവർക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉപകരണങ്ങളോ അതുമല്ലെങ്കിൽ ഒഴിഞ്ഞ ബോക്സുകളോ നൽകി കബളിപ്പിച്ചത്. പരാതി പ്രകാരം പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയിരുന്നു. നിയമ നടപടികൾ സ്വീകരിക്കുന്നതായി ഇവരെ റിമാൻഡ് ചെയ്തു. എഴുത്തുകാരനും വന്യജീവി ഫോട്ടോഗ്രാഫറുമായിരുന്ന കെ നവനീതിന്റെ ഓർമ്മയ്ക്കായി സംഘടിപ്പിച്ച നവനീതം സംസ്ഥാനതല ചെറുകഥാ മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. കണ്ണൂർ സ്വദേശിയും ബഹ്റൈൻ പ്രവാസിയുമായ ജലീലിയോ രചിച്ച ലാസ്റ്റ് ബസിനാണ് 1ാം സ്ഥാനം. പാലക്കാട് സ്വദേശി ഷാഫി പൂവത്തിങ്കലിന്റെ കല്യാണക്കളി 2ാം സ്ഥാനവും എറണാകുളം സ്വദേശി എം വരുണിന്റെ കറുത്തോൻ 3ാം സ്ഥാനവും നേടി. എഴുത്തുകാരായ ഷീല ടോമി, ഇന്ദുമേനോൻ, അജിജേഷ് പച്ചാട്ട് എന്നിവരാണ് വിധി നിർണ്ണയിച്ചത്. ജൂണിൽ മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. ബഹ്റൈൻ മുത്തപ്പൻ സേവാ സംഘം സ്റ്റാർ വിഷൻ ഇവന്റ്സുമായി ചേർന്ന് ജൂൺ 17 നടത്തുന്ന തിരുവപ്പന മഹോത്സവം 2024 പോസ്റ്റർ പ്രകാശനം കേരളീയ സമാജത്തിൽ നടന്നു. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. ബഹ്റൈൻ മുത്തപ്പൻ സേവാ സംഘം ജനറൽ സെക്രട്ടറി റിതിൻ രാജ് സ്വാഗതം പറഞ്ഞു. മുത്തപ്പൻ സേവാ സംഘം പ്രസിഡന്റ് സുനേഷ് സാസ്കോ അധ്യക്ഷത വഹിച്ചു. തിരുവപ്പന മഹോത്സവം ജനറൽ കൺവീനർ സതീഷ് മുതലയിൽ, സ്റ്റാർ ഇവന്റ്സ് മാനേജിംഗ് ഡയറക്ടർ സേതുരാജ് കടക്കൽ, കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് MT വിനോദ് കുമാർ, SNCS ചെയർമാൻ സുനീഷ്, GSS ചെയർമാൻ NO രാജൻ, കേരളീയ സമാജം വൈസ് പ്രസിഡന്റ് ദിലീഷ്, SNCS സെക്രട്ടറി സജീവൻ, KV പവിത്രൻ, മാതാമൃതാനന്ദമയ സേവാ സമിതി ബഹ്റൈൻ കോർഡിനേറ്റർ സുധീർ തിരുനെല്ലത്ത്, KT സലീം തുടങ്ങിയവർ സംസാരിച്ചു. മുത്തപ്പൻ സേവാ സംഘം ട്രഷറർ അരുൺ കുമാർ നന്ദി അറിയിച്ചു. പാലക്കാട് ഡിവിഷനിലെ വിവിധ സ്ഥലങ്ങളിൽ ട്രാക്ക് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ വിവിധ ദിവസങ്ങളിൽ ട്രെയിൻ സർവീസുകൾക്കായി താഴെ പറയുന്ന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി റെയിൽവേ അറിയിച്ചു. ട്രെയിൻ നമ്പർ 06459 കോയമ്പത്തൂർ ജംഗ്ഷൻ ഷൊർണൂർ ജംഗ്ഷൻ പാസഞ്ചർ ജൂൺ 1 കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന പ്രത്യേക യാത്ര പാലക്കാട് ജംഗ്ഷനിൽ അവസാനിക്കും. പാലക്കാടിനും ഷൊർണൂരിനും ഇടയിലുള്ള സർവീസ് റദ്ദാക്കും. മെയ് 23 11:45 മംഗലാപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 22638 മംഗളൂരു സെൻട്രൽ ഡോക്ടർ MGR ചെന്നൈ സെൻട്രൽ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി മെയ് 24 12:45 പുറപ്പെടും. ട്രെയിൻ നമ്പർ 06024 കണ്ണൂർ ഷൊർണൂർ ജംഗ്ഷൻ മെമു മെയ് 21 കണ്ണൂരിൽ നിന്ന് 1 മണിക്കൂർ 20 മിനിറ്റ് വൈകും. മെയ് 21 മംഗളൂരു സെൻട്രലിൽ നിന്ന് ആരംഭിക്കുന്ന 6603 മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസ് യാത്ര 1 മണിക്കൂർ 10 മിനിറ്റ് വൈകും. നർത്തകൻ RL വി രാമകൃഷ്ണനെതിരെ ജാതീയ അധിക്ഷേപം നടത്തിയ കേസിൽ നൃത്താധ്യാപിക സത്യഭാമയെ മെയ് 27 വരെ അറസ്റ്റ് ചെയ്യുന്നത് ഹൈക്കോടതി വിലക്കി. യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങൾ സംബന്ധിച്ച പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് എടുത്ത കേസിൽ സത്യഭാമ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയാണ് ജസ്റ്റിസ് K ബാബുവിന്റെ ഉത്തരവ്. യൂട്യൂബിൽ അഭിമുഖത്തിൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലെന്നും വീഡിയോ അപ്ലോഡ് ചെയ്തവർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ടെന്നുമായിരുന്നു സത്യഭാമയുടെ വാദം. തന്നെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് പിന്നാലെയുണ്ട്. അതിനാൽ നേരത്തെ തീരുമാനിച്ച പ്രകാരം ഈ മാസം 25 നടക്കാനിരിക്കുന്ന കലാപരിപാടിയിൽ പോലും പങ്കെടുക്കാനാവാത്ത സ്ഥിതിയാണുള്ളതെന്നും ചൂണ്ടിക്കാട്ടി. നെടുങ്ങമ്പാട് SC/ST പ്രത്യേക കോടതിയിൽ ജാമ്യ ഹർജി നൽകിയെങ്കിലും തള്ളി. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സത്യഭാമയുടെ വാദം കേട്ട കോടതി പ്രോസിക്യൂഷനോട് വിശദീകരണം തേടുകയും ഒരാഴ്ചത്തേക്ക് അറസ്റ്റ് തടയുകയുമായിരുന്നു. തുടർന്ന് ഹർജി വീണ്ടും 27 പരിഗണിക്കാൻ മാറ്റി. മുൻകൂർ ജാമ്യം നൽകുന്നതിനെതിരെ രാമകൃഷ്ണൻ നൽകിയ സത്യവാങ്മൂലവും കോടതിയുടെ പരിഗണനയിലുണ്ട്. കോടും ചൂടിന് ആശ്വാസമായെത്തിയ വേനൽ മഴയ്ക്ക് രൗദ്രഭാവവും നൽകി ഇരട്ട ചക്രവാത ചുഴി രൂപം കൊണ്ടു. തെക്കൻ തീരത്ത് തമിഴ്നാടിനും വടക്കൻ കേരളത്തിന് മുകളിലുമായാണ് ചക്രവാത ചുഴികൾ. ഇതിനു പുറമെ വടക്കൻ കർണാടക വരെ ന്യൂനമർദ്ദപാത്തിയും രൂപം കൊണ്ടതോടെ അടുത്ത 72 മണിക്കൂർ വടക്കൻ കേരളത്തിലടക്കം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചൊവ്വാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ബംഗാൾ ഉൾക്കടലിൽ 22 ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. അതേസമയം മഴ 2ാം ദിനവും തുടർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ ദുരിതത്തിലായി. തിരുവനന്തപുരത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. ഗ്രാമീണ മേഖലകളിൽ വ്യാപക കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.